Good morning, children. In this video, we are going to discuss some important topics of 5th module. First one, electronic ledgers. Electronic ledgers നമ്മൾ already discuss ചെയ്തതാണ്. Cash ledger, electronic tax liability ledger and electronic credit ledger. ഇവ മൂന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിവിടെ മെൻഷൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ തന്നെ റീഫണ്ട്, പെനാൽറ്റി ഇവയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഏത് ഇൻഫർമേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലേ? ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെത് IGST ആണ് എങ്കിൽ IGST നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത് ഫസ്റ്റ് IGST നമ്മൾ പേ ചെയ്യും. IGSTയുടെ ക്രെഡിറ്റ് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ IGST പേ ചെയ്യും. ദെൻ CGST, അതിനുശേഷം SGST പേ ചെയ്യാനാണ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ CGSTയുടെ കേസാണെന്നുണ്ടെങ്കിൽ CGSTയുടെ ഇൻപുട്ട് ക്രെഡിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് CGST സെറ്റ് ഓഫ് ചെയ്യാനാണ്. ദെൻ ആദ്യം നമ്മൾ CGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യും. അതിനുശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ IGSTയുടെ എമൗണ്ടിലേക്കാണ് നമ്മൾ പേ ചെയ്യുക. CGST യൂസ് ചെയ്തിട്ട് SGST സെറ്റ് ഓഫ് ചെയ്യില്ല. ദെൻ SGSTയുടെ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, അതായത് ഇൻപുട്ട് ക്രെഡിറ്റ് ഓഫ് SGST മസ്റ്റ് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് SGST പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് SGST യൂട്ടിലൈസ് ചെയ്യുക. ദെൻ എന്തെങ്കിലും സർപ്ലസ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ IGST സെറ്റ് ഓഫ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡിമാൻഡ്സ് ആൻഡ് റിക്കവറി അണ്ടർ GST. The goods and services tax is payable on a self-assessment basis. If the taxable person pays the tax on self-assessment correctly, then there will not be any problem. If there is any short payment or wrong utilization of input credit, then the GST authorities will initiate demand and recovery provisions against the taxpayer. നമ്മൾ പറഞ്ഞു ഇത് GSTയുടേത് സെൽഫ് അസസ്മെൻറ്റ് ബേസിലാണ് ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും പേ ചെയ്യുന്നതും എല്ലാം തന്നെ. ഇനി ഈ സെൽഫ് അസസ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണ് എങ്കിൽ ഇഷ്യൂസ് ഒന്നും തന്നെ അല്ല. ഇനി സെൽഫ് അസസ്മെൻറ്റ് റോങ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യുന്നത് റോങ് ആവുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്തത് റോങ് ആവുക, ഇങ്ങനെ വല്ല കേസും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ GST അതോറിറ്റീസ് ഡിമാൻഡ് ആൻഡ് റിക്കവറി പ്രൊവിഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ കറക്റ്റ് GST എത്രയാണോ അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് വല്ല ഫൈനോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ടാക്സ് പെയർ അടയ്ക്കാൻ ബാധ്യസ്ഥരാകും. ദെൻ റീഫണ്ട് ഓഫ് ടാക്സ്. യൂഷ്വലി വെൻ ദ GST പെയ്ഡ് ഈസ് മോർ ദാൻ ദ GST ലയബിലിറ്റി, എ സിറ്റുവേഷൻ ഓഫ് ക്ലെയിമിംഗ് GST റീഫണ്ട് arises. Under GST, the process of claiming a refund is standardized to avoid confusion. The process is online and time limit have also been set for the same. അതായത് റീഫണ്ട് ഓഫ് ടാക്സ്, നമ്മൾ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണോ അതിലധികം നമ്മൾ GST പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കത് റീഫണ്ടിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് ഓൺലൈൻ പ്രൊസീജിയറാണ്, അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ തന്നെ റീഫണ്ട് ക്ലെയിം ചെയ്യാനും നമുക്കത് തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി റീഫണ്ടിൻ്റെ കേസിൽ തന്നെ റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് 2 lakhs അതിനധികമോ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെൻ്ററി എവിഡൻസസ് ഈ ടാക്സ് പെയർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 2 lakhs താഴെയാണ് എങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസും ഒരു സെൽഫ് ഡിക്ലറേഷനും മതി. ഓക്കെ, ഈ സെൽഫ് ഡിക്ലറേഷനും എല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 60 days ഉള്ളിൽ ഈ പ്രോപ്പർ ഓഫീസർ റീഫണ്ടിനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യും. ദെൻ പെനാൽറ്റീസ് അണ്ടർ GSTയിൽ വരുന്ന ഡിഫറെൻറ്റ് പെനാൽറ്റീസ് ഏതൊക്കെയെന്നുള്ളതാണ്. പെനാൽറ്റി ഫോർ നോട്ട് ഫയലിംഗ് GSTR, പെനാൽറ്റി 10% ഓഫ് ടാക്സ് ഡ്യൂ ഓർ ₹10,000 വിച്ച് എവർ ഈസ് ഹയർ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും പറയാണ്, GST റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ 10% എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ളത് അതിൻ്റെ 10% അല്ലെങ്കിൽ 10,000 ഇതിലേതാണോ ഹയർ ആ എമൗണ്ടാണ് പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടത്. ദെൻ പെനാൽറ്റി ഫോർ കമ്മിറ്റിംഗ് എ ഫ്രോഡ്,
ഇതിൽ വരുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെനാൽറ്റി 100% ഓഫ് ടാക്സ് ഡ്യൂ ഓർ ₹10,000 വിച്ച് എവർ ഈസ് ഹയർ. എന്തെങ്കിലും ഫ്രോഡോ മിസ്റ്റേക്സോ മറ്റും ചെയ്യുകയാണെങ്കിൽ, അറിഞ്ഞുകൊണ്ട് വല്ല മിസ്റ്റേക്സും ചെയ്യുകയാണ് എങ്കിൽ എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ളത് അത്ര തന്നെ നമ്മൾ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 10,000 ഇതിലേതാണോ ഹയർ വരുന്നത് ആ എമൗണ്ട് ആണ് പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടത്. ദെൻ പെനാൽറ്റി ഫോർ ഹെൽപ്പിംഗ് എ പേഴ്സൺ ടു കമ്മിറ്റ് ഫ്രോഡ്, പെനാൽറ്റി എക്സീഡിങ് അപ് ടു ₹25,000. അതായത് ഒരാളെ നമ്മൾ ഫ്രോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ 25,000 വരെ പെനാൽറ്റി വരുന്നത് എത്രയാണ്? 25,000 വരെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ദെൻ പെനാൽറ്റി ഫോർ നോട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയാണോ ടാക്സ് പേ ചെയ്യേണ്ടത് അത്ര തന്നെ എമൗണ്ട് പെനാൽറ്റി അടയ്ക്കണം. അല്ല എങ്കിൽ 10,000 ഇതിലേതാണോ ഹയർ അതായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ദെൻ പെനാൽറ്റി ഫോർ നോട്ട് രജിസ്റ്ററിങ് അണ്ടർ GST, അതായത് GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളാണ്, അവർ രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അതിൻ്റെ 100% അത്ര തന്നെ എമൗണ്ടും അല്ലെങ്കിൽ 10,000 ഇതിലേതാണോ ഹയർ എമൗണ്ട് വരുന്നത് അതായിരിക്കണം പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടത്. ദെൻ പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ഇൻവോയ്സിങ്, ഇൻകറക്റ്റ് ഇൻവോയ്സിങ് ആണ് നടത്തുന്നത് ഫയൽ ചെയ്യുന്നത് എങ്കിൽ പെനാൽറ്റി ₹25,000 പേ ചെയ്യണം. ഓക്കെ. Next topic, accounts and records. A registered person should maintain different documents related to his business as per the provisions of the Act at his principal place of business. അതായത് ഒരു GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തി GST നിയമപ്രകാരമുള്ള എല്ലാ ഡോക്യുമെൻസും എല്ലാ ബുക്സും എല്ലാ റെക്കോർഡ്സും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അവിടെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് മോർ ദാൻ വൺ പ്ലേസ് ഓഫ് ബിസിനസ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ഈച്ച് പ്ലേസ് ഷാൾ ബി കെപ്റ്റ് അറ്റ് സച്ച് പ്ലേസസ്. ഇനി ഒന്നിലധികം പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ അവിടെയെല്ലാം തന്നെ അതാത് ബിസിനസ്സിൻ്റെ ഡോക്യുമെൻറ്റ്സും അക്കൗണ്ട്സും റെക്കോർഡ്സും എല്ലാം കീപ്പ് ചെയ്യണം. GST Act does not provide any relaxations to persons who took voluntary registration under the Act for maintaining required records. GST രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു വോളണ്ടറി രജിസ്ട്രേഷനും എടുക്കാം. ഈ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാരും അവർക്ക് പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നുമില്ല, ഇന്ന ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നൊന്നും തന്നെ ഇല്ല. അവരും ഈ ആക്ട് പ്രകാരം ഏതെല്ലാം ബുക്സ് ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണോ അവയെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. ദെൻ GST ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുവേഴ്സ് കംപ്ലയൻസ് ഓഫ് ദ ആക്ട് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ്, ഓഡിറ്റ് ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനെയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതുപോലെ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് GST ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുർ ചെയ്യുന്നത് ഈ റിട്ടേൺസിൻ്റെ ഇവാലുവേഷൻ, ഓഡിറ്റ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻസ്പെക്ഷൻ ഇവയിലൂടെയൊക്കെയാണ്. Owner of a business, warehouse operators and every transporter are responsible to maintain records as specified in the Act. അതായത് ഈ ആക്റ്റിൽ GST ആക്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഓണർ, വെയർഹൗസ് ഓപ്പറേറ്റേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ് ഇവരൊക്കെ ഏതെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് GST ആക്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഏതൊക്കെയാണ് ഇവർ ഓരോ കാറ്റഗറിയിലുള്ള പേഴ്സൺസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രേഡർ to get his books of accounts audited by a chartered accountant or a cost accountant if the annual turnover exceeds the specified limit, that is 2 crores. അതായത് ഒരു ട്രേഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഒരു ട്രേഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എപ്പോൾ അദ്ദേഹത്തിൻ്റെ ആനുവൽ ടേൺ ഓവർ 2 കോടിയോ അതിലധികമോ വരുന്ന സമയത്ത്. ഓക്കെ. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്താ നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ് ആൻഡ് മെയിൻറ്റെയിൻ അറ്റ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇനി അതായത് ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ സർട്ടെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ലീഗലി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഏതൊക്കെയാണ് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് ഓരോ കാറ്റഗറിയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ട്രേഡർ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ട്രൂ ആൻഡ് കറക്റ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അത് ഏതിൻ്റെയൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹം മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിൻ്റെത്, അതുപോലെ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദെൻ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ദെൻ ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഡോക്യുമെൻറ്റ്സ്, ദെൻ അതർ പ്രിസ്ക്രൈബ്ഡ് പെർട്ടിക്കുലേഴ്സ്. അതായത് GST ആക്ട് പ്രകാരം മറ്റേതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഡോക്യുമെൻറ്റ്സോ എവിഡൻസോ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെയും ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട്സ് ഒരു ട്രേഡർ കീപ്പ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? ദെൻ ഈ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഇലക്ട്രോണിക് ഫോമായിട്ടും നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക് മാനുവലി തന്നെ വേണമെന്നില്ല, ഇലക്ട്രോണിക്കലി നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. Every registered person is required to keep and maintain other documents as per Rule 56. Rule 56 പ്രകാരം ഏതൊരു രജിസ്റ്റേർഡ് പേഴ്സണും സെർട്ടൈൻ ബുക്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ്. ഇമ്പോർട്ട് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതുമായ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രൂ ആൻഡ് കറക്റ്റ് ഡോക്യുമെൻറ്റ്സ്. ദെൻ ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ദെൻ സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ഗുഡ്സ് ഷോയിങ് റെസീപ്റ്റ്, സപ്ലൈ, ദെൻ ഗുഡ്സ് ലോസ്റ്റ് ആൻഡ് ബാലൻസ്. അതുപോലെ നമ്മുടെ ഗുഡ്സ് റിസീവ് ചെയ്തത്, സപ്ലൈ ചെയ്തത്, നഷ്ടപ്പെട്ട ഗുഡ്സിൻ്റെത്, സ്റ്റോക്ക് ബാലൻസ്. അതുപോലെ റെക്കോർഡ്സ് ഓഫ് അഡ്വാൻസ് റിസീവ്ഡ്, അഡ്വാൻസ് പെയ്ഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ്. നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്, അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവയുടെ റെക്കോർഡ്സ്. ദെൻ റെക്കോർഡ് ഓഫ് ടാക്സ് പേയബിൾ, കളക്റ്റഡ്, പെയ്ഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ്. നമ്മൾ പേ ചെയ്യേണ്ട ടാക്സിൻ്റെ ഇൻഫർമേഷൻ, കളക്ട് ചെയ്ത ടാക്സിൻ്റെ ഇൻഫർമേഷൻ, പേ ചെയ്തിട്ടുള്ളതിൻ്റെത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഡോക്യുമെൻറ്റ്സ്. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സപ്ലയേഴ്സ് ടു ഹൂം ഗുഡ്സ് ഓർ സർവീസസ് ആർ സപ്ലൈഡ് ഓർ ഫ്രം ഹൂം ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ റിസീവ്ഡ്. നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്തത് ആരുടെയൊക്കെ കയ്യിൽ നിന്നാണോ ആ സപ്ലയേഴ്സിൻ്റെ നെയിം, അഡ്രസ്സ്. അതുപോലെ നമ്മൾ ആർക്കൊക്കെയാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്തിട്ടുള്ളത് ആ കസ്റ്റമേഴ്സിൻ്റെ നെയിം, അഡ്രസ്സ്, ഇവയുടെ എല്ലാം തന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ മീൻസ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇതിനു പുറമെ ഒരു മാനുഫാക്ചറർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്ലി പ്രൊഡക്ഷൻ്റെ അക്കൗണ്ട്, അതിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സർവീസസ് മാനുഫാക്ചറിങ് പ്രോസസ്സിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഇൻഫർമേഷൻ, എത്രത്തോളം ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തു, എത്ര ഗുഡ്സ് വേസ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ ബൈ പ്രോഡക്ട്സ് ഏതൊക്കെ, ഇവയുടെ എല്ലാം ഡോക്യുമെൻറ്റ്സും മാനുഫാക്ചറേഴ്സ് എക്സ്ട്രാ കീപ്പ് ചെയ്യേണ്ടതാണ്. ദെൻ ഇനി രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് സർവീസസ് ആണെന്നുണ്ടെങ്കിൽ അവർ റൂൾ 56 പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സിന് പുറമെ കീപ്പ് ചെയ്യേണ്ടത് ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. സപ്ലൈ ഓഫ് സർവീസസിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഗുഡ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് ഏതൊക്കെ, ഇൻപുട്ട് സർവീസ് വല്ലതും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഏതൊക്കെ, ഏതെല്ലാം സർവീസസ് സപ്ലൈ ചെയ്തിട്ടുണ്ട് അവയുടെ ഡോക്യുമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് സർവീസസ് അതർ മീൻസ് റൂൾ 56 പറഞ്ഞതിന് പുറമേ കീപ്പ് ചെയ്യേണ്ട മറ്റു ഡോക്യുമെൻറ്റ്സ്. ദെൻ ഒരു ട്രാൻസ്പോർട്ടർ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഇത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് റൂൾ 58 ഇതിലേതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഏതെല്ലാം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തു, ഏതെല്ലാം ഗുഡ്സ് ഡെലിവർ ചെയ്തു, അതുപോലെ തന്നെ ഏതെല്ലാം ഗുഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതുപോലെ കൺസൈനർ അല്ലെങ്കിൽ കൺസൈനിയുടെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇത്രയും ഡോക്യുമെൻറ്റ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ഒരു ട്രാൻസ്പോർട്ടറും റൂൾ 58 പ്രകാരം കീപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ഓണർ ഓർ ഓപ്പറേറ്റർ ഓഫ് എ ഗോഡൗൺ ഓർ വെയർഹൗസ്, ഒരു വെയർഹൗസിൻ്റെ അല്ലെങ്കിൽ ഗോഡൗണിൻ്റെ ഓപ്പറേറ്റർ, ഓണേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അവർ റിസീവ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, ദെൻ മൂവ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഗുഡ്സ്, അവിടുന്ന് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ ഗുഡ്സ് റിമെയിൻഡ് ഇൻ വെയർഹൗസ്, വെയർഹൗസിൽ ബാലൻസ് വരുന്ന ഗുഡ്സ് ഏതൊക്കെ അവയുടെ ഡീറ്റെയിൽസ്. ഇത്രയാണ് ഒരു ഗോഡൗൺ അല്ലെങ്കിൽ വെയർഹൗസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷന് GST ആക്ടിൽ സെപ്പറേറ്റ് ഡെഫിനിഷൻ ഒന്നും തന്നെ ഇല്ല. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് എക്സാമിനിങ് സംതിങ് ഓഫൻ ക്ലോസ്ലി. വളരെ സൂക്ഷ്മമായി നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ടാക്സ് ഓർ ലീഗൽ ലാംഗ്വേജ് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ദാൻ സെർച്ച്. ഇറ്റ് enables officers to access any place of business of a taxable person and also any place of business of a person engaged in transporting goods or who is an owner or operator of a warehouse or godown.
ഇൻസ്പെക്ഷനിലൂടെ ഒരു പ്രോപ്പർ ഓഫീസേഴ്സിന് ബിസിനസ് പേഴ്സൻ്റെ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് വിസിറ്റ് ചെയ്യാനും അവിടുന്ന് ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഇൻസ്പെക്ട് ചെയ്യാനും സ്റ്റോക്ക് എല്ലാം ഇൻസ്പെക്ട് ചെയ്യാനും അതുപോലെ ഒരു വെയർ ഹൗസിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് അവരുടെ ഗോഡൗൺസ് വിസിറ്റ് ചെയ്യാനും അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ മീൻസ് എക്സാമിൻ ചെയ്യാനും അവിടെ വല്ല മിസ്റ്റേക്സോ പ്രാക്ടീസസോ മറ്റും എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ മറ്റും നടക്കുന്നുണ്ടോ ഫ്രോഡോ വല്ലതും നടക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ മീൻസ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു റൈറ്റാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. എ ജോയിൻറ്റ് കമ്മീഷണർ ഓർ ആൻ ഓഫീസർ ഓഫ് ഹയർ റാങ്ക് മേ ഹാവ് റീസൺസ് ടു ബിലീവ് ദാറ്റ് ഇൻ ഓർഡർ ടു ഇവേഡ് ടാക്സ് എനി പേഴ്സൺ ഹാസ് ഡൺ ദ ഫോളോവിങ്. ഒരു ജോയിൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടാക്സിലെ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് റൈറ്റ് ഉണ്ട് എന്തിന് ടാക്സ് ഇവേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് അവർ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എക്സാമിൻ ചെയ്തിട്ടാണ്. അതിൽ വരുന്നത് സപ്രസ്ഡ് എനി ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ, സപ്രസ്ഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ക്ലെയിംഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ എക്സസ്, വയലേറ്റഡ് of any of the provisions, any transporter or owner or operator of a warehouse has kept goods which have escaped tax payments or has kept accounts and or goods in such a way as to evade tax, then he can authorize any officer in form GST INS 012. ഒരു ജോയിൻറ്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ഹയർ റാങ്കിലുള്ള ടാക്സ് ഓഫീസേഴ്സോ GST INS 01 എന്ന ഫോമിൽ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതായത് ടാക്സബിൾ പേഴ്സൺസ് അല്ലെങ്കിൽ ഓണേഴ്സ് അതുമല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഇവരൊന്നും തന്നെ മിസ്റ്റേക്സ് ഫ്രോഡ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. എങ്ങനെയുള്ള സപ്രസ്ഡ് ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഏതെങ്കിലും സപ്ലൈ ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ് നടത്താതെ അത് കീപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതുപോലെ എക്സ്ട്രാ സ്റ്റോക്സ് കണക്കിൽപ്പെടാത്ത സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എക്സസ് ആയിട്ട് അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില്ല അല്ലെങ്കിൽ അവെയിൽ ചെയ്തിട്ടുണ്ടോ, അതുപോലെ ടാക്സിൽ ഏതെങ്കിലും പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്പെക്ട് ചെയ്യാൻ GST INS 01 എന്ന ഫോമിലൂടെ ജോയിൻറ്റ് കമ്മീഷണറോ ഹയർ ടാക്സ് ഓഫീസേഴ്സോ എന്ത് നൽകുകയാണ്, ഒരു ഇൻസ്പെക്ഷനുള്ള റൈറ്റ് നൽകുകയാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി എക്സാമിൻ ചെയ്യുകയാണ്. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഗവൺമെൻറ്റിനെയും പറ്റിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഫ്രോഡോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ആക്ട്, ഒരു കണ്ടക്റ്റിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെർച്ച്. ഇൻസ്പെക്ഷനേക്കാളും ലീഗലി കുറച്ചും കൂടെ ഹയറിൽ വരുന്ന ആക്റ്റാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. ഗവൺമെൻറ്റിൻ്റെയും ഒഫീഷ്യൽസിൻ്റെയും ഭാഗത്തു നിന്നുള്ളൊരു പ്രവൃത്തിയാണ് സെർച്ച് എന്ന് പറയുന്നത്. സെർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ സെർച്ച് വാറണ്ട് ഉണ്ടായിരിക്കും. സെർച്ച് ഇൻവോൾവ്സ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്, എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ഇൻ ടാക്സ് ഓർ ലീഗൽ പാരലൻസ് ഈസ് ആൻ ആക്ഷൻ ഓഫ് എ ഗവൺമെൻറ് ഒഫീഷ്യൽ. അതൊരു ടാക്സ് ഓഫീസറാകാം, പോലീസ് ഓഫീസറാകാം, അത് ആ കേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടു ഗോ ആൻഡ് ലുക്ക് ത്രൂ ഓർ എക്സാമിൻ കെയർഫുള്ളി എ പ്ലേസ്, person, object, etc. in order to find something concealed or to discover evidence of a crime. ഒരു ക്രൈമിൻ്റെ എവിഡൻസ് കണ്ടെത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പ്ലേസ്, പേഴ്സൺ, ഒബ്ജക്റ്റ് ഇവയെ എക്സാമിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ്, ഇതിനെയാണ് സെർച്ച് എന്ന് പറയുന്നത്. എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരെ എക്സാമിൻ ചെയ്യാൻ പറ്റും. ഇതിനൊരു വാറൻറ്റ്, സെർച്ച് വാറൻറ്റ് നൽകും. ഓക്കെ, നമ്മൾ ഈ ഫിലിമിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട്സ് ഓഫ് ഇൻസ്പെക്ഷൻ ഓർ എനി അതർ റീസൺ, ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് SGST, CGST ഓർ എ സുപ്പീരിയർ ഓഫീസർ ക്യാൻ ഓർഡർ ഫോർ എ സെർച്ച് ഇഫ് ഹി ഹാസ് റീസൺസ് ടു ബിലീവ്. അതായത് ഈ ഇൻസ്പെക്ഷൻ, ആദ്യം ഇൻസ്പെക്ഷൻ ആയിരിക്കും നടത്തുക. ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് തോന്നുകയാണ്, ഈ ജോയിൻറ്റ് കമ്മീഷണർക്ക് തോന്നുകയാണ് അവിടെ സെർച്ച് ചെയ്യാം, അതിനുള്ളൊരു റീസൺ ഉണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഓർഡർ നൽകും. ഇതിന് പ്രോപ്പർ ഓഫീസറിന് സെർച്ച് ഓർഡർ നൽകും. ആ സെർച്ച് ഓർഡറിൻ്റെ ബേസിലാണ് പ്രോപ്പർ ഓഫീസർ അവിടെ സെർച്ച് കണ്ടക്ട് ചെയ്യുക. ഈ സെർച്ചിലൂടെ
ഈ പ്രോപ്പർ ഓഫീസറിന് വേണമെങ്കിൽ ഗുഡ്സ്, അതായത് നമുക്ക് കണ്ടുകെട്ടേണ്ട ഗുഡ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ കണ്ടുകെട്ടാം. ജപ്തി ചെയ്യുക എന്നല്ല, നമുക്ക് ഏതെങ്കിലും എടുക്കേണ്ട മീൻസ് നമ്മുടെ ഈ സെർച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടേക്ക് ചെയ്യേണ്ട ഏതെങ്കിലും ഗുഡ്സോ മറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് നമുക്ക് കണ്ടുകെട്ടാവുന്നതാണ്. അതുപോലെ വല്ല ഡോക്യുമെൻറ്റ്സോ ബുക്സോ അങ്ങനെ വല്ലതും നമ്മുടെ ഈ പ്രോസസ്സിന്, നമ്മുടെ ഈ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സോ റെക്കോർഡ്സോ നമുക്ക് എടുക്കണമെങ്കിൽ അതും നമുക്ക് അവിടുന്ന് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. Then seizure. The term seizure has not been specifically defined in GST. GST ആക്ടിൽ സ്പെസിഫിക്കലി seizure എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. In legal parlance, seizure is an act of taking over something or someone by force through legal process. ലീഗൽ പ്രോസസ്സിലൂടെ ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ ഡോക്യുമെൻറ്റ്സോ ലീഗലി പിടിച്ചടക്കുന്നതിനെയാണ് സീഷർ എന്ന് പറയുന്നത്. സച്ച് ആസ് സീഷർ ഓഫ് എവിഡൻസ് ഫൗണ്ട് അറ്റ് ദ സീൻ ഓഫ് ക്രൈം. ഏതെങ്കിലും ഒരു ഒരു ക്രൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നടന്നതിൻ്റെ എവിഡൻസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഓണറിൻ്റെ സമ്മതത്തോടു കൂടി അല്ലാതെ തന്നെ ഫോഴ്സ്ഫുള്ളി ഈ ഓഫീസേഴ്സിന് ലീഗലി കണ്ടെടുക്കാനുള്ള റൈറ്റിനെയാണ് സീഷർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂസ് ഡോക്യുമെൻറ്റ്സ് ആർ സീസ്ഡ് ക്യാൻ മേക്ക് കോപ്പീസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഓഫീസർ. ഇനി ഇപ്പോൾ ഒരാളുടെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സോ റെക്കോർഡ്സോ കോപ്പി എടുക്കണമെങ്കിൽ, അദ്ദേഹത്തിന് ഈ ഓഫീസേഴ്സിന് കൈമാറുന്നതിന് മുമ്പ് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർ ഓഫീസറിൻ്റെ മുമ്പാകെ മാത്രമേ അത് കോപ്പി എടുക്കാൻ പറ്റത്തുള്ളൂ. If notice is not issued within 6 months, extendable by 6 more months of the seizing the goods, they will be returned. സീസ് ചെയ്ത ഗുഡ്സിനെ കുറിച്ച് ഡോക്യുമെൻറ്റ്സ് നോട്ടീസും കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ 6 monthsൻ്റെ ഉള്ളിൽ അതെന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. ദ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ എ ലിസ്റ്റ് ഓഫ് ഹസാർഡസ് ഓർ പെരിഷബിൾ ഗുഡ്സ് which can be disposed of as soon as they are seized. ഇനി സീസ് ചെയ്തതിൽ വല്ല ഹസാർഡസ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഓൾ ഗുഡ്സ് സീസ്ഡ് വിൽ ബി ലിസ്റ്റഡ് പ്രോപ്പർലി ബൈ ദി ഓഫീസർ. ഒരു ഓഫീസർ സീസ് ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ. സിംപ്ലി ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കേസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ ക്രൈമിനോ മറ്റും വേണ്ടിയിട്ട് ഓണറിൻ്റെ സമ്മതമില്ലാതെ ഡോക്യുമെൻറ്റ്സോ ഗുഡ്സോ ഫോഴ്സ്ഫുള്ളി പ്രോപ്പർ ഓഫീസേഴ്സ് കൈക്കലാക്കുന്നതിനെയാണ്, പിടിച്ചെടുക്കുന്നതിനെയാണ് സീഷർ എന്ന് പറയുന്നത്. ഈ സീസ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ്, ബുക്സ് ഇവയുടെ എല്ലാം കോപ്പീസ് ആർക്കെടുക്കാം? ഓണറിനെടുക്കാം. ഓൺലി എങ്ങനെ? ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഓഫീസർ. ദെൻ 6 monthsനുള്ളിൽ സീസ് ചെയ്തിട്ടുള്ള ഈ ഗുഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു നോട്ടീസും ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ ആ 6 monthsൻ്റെ ഉള്ളിൽ ഇവയെല്ലാം തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസോ ഗുഡ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഡിസ്പോസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യണം? അദ്ദേഹം സീസ് ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സിൻ്റെയും ഡോക്യുമെൻറ്റ്സിൻ്റെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ദെൻ അറസ്റ്റ് അണ്ടർ GST. സെക്ഷൻ 132 പ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെങ്കിലും ഒഫൻസ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ CGST ഓഫീസർ അല്ലെങ്കിൽ SGST ഓഫീസർക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അയാളെ ഇൻഫോം ചെയ്യണം. ഇനി ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വിത്തിൻ 24 hours അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതാണ്. ഓക്കെ. ദെൻ ഒഫൻസസ് അണ്ടർ GST നിയമപ്രകാരമുള്ള സർട്ടൈൻ ഒഫൻസസ് ഏതൊക്കെ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ ടാക്സബിൾ പേഴ്സൺ സപ്ലൈസ് എനി ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് എനി ഇൻവോയ്സ് ഓർ ഇഷ്യൂസ് എ ഫോൾസ് ഇൻവോയ്സ്. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സോ സർവീസസോ ഇൻവോയ്സ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഫോൾസ് ഇൻവോയ്സോട് കൂടി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഒഫൻസാണ്. ദെൻ he issues any invoice or bill without supply of goods or services in violation of the provision of GST. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യാതെ
കള്ളക്കണക്ക് ഉണ്ടാക്കാമെന്ന് പറയില്ലേ, അത് തന്നെ. ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യാതെ അതിൻ്റെ പേരിലുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ആക്ച്വലി ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടില്ല, ബട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക, അതും ഒഫൻസാണ്. ദെൻ ഹി ഇഷ്യൂസ് ഇൻവോയ്സസ് യൂസിങ് ദ GST നമ്പർ ഓഫ് അനദർ ബോണഫൈഡ് ടാക്സബിൾ പേഴ്സൺ. മറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ GST നമ്പർ യൂസ് ചെയ്തിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഹി സബ്മിറ്റ്സ് ഫാൾസ് ഇൻഫർമേഷൻ വൈൽ രജിസ്റ്ററിങ് അണ്ടർ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഫാൾസ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഹി സബ്മിറ്റ്സ് ഫേക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് ഓർ ഫയൽസ് ഫേക്ക് റിട്ടേൺസ് ടു ഇവേഡ് ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും റിട്ടേൺസും ഒക്കെ ഫയൽ ചെയ്യുന്നതും ഒഫൻസാണ്. ദെൻ ഹി കളക്ട്സ് എനി GST ബട്ട് ഡസ് നോട്ട് സബ്മിറ്റ് ഇറ്റ് ടു ദ ഗവൺമെൻറ് വിത്തിൻ 3 months. GST കളക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് 3 monthsനുള്ളിൽ അദ്ദേഹം ആ GST ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട GST പേ ചെയ്തിട്ടില്ല എങ്കിൽ അതും ഒഫൻസാണ്. ദെൻ ഹി ഒബ്റ്റെയിൻസ് റീഫണ്ട് ഓഫ് എനി CGST, SGST, IGST ബൈ ഫ്രോഡ്. നമ്മൾ പഠിച്ചു GST നമുക്ക് റീഫണ്ടിന് ക്ലെയിം ചെയ്യാമെന്ന് അല്ലേ, അപ്ലൈ ചെയ്യാമെന്ന്. നമ്മൾ ഇല്ലാത്ത GST, അതായത് CGST ആകട്ടെ, SGST ആകട്ടെ, IGST ആകട്ടെ, ഇവ ഫ്രോഡിലൂടെ ഇല്ലാത്ത GSTക്ക് വേണ്ടി റീഫണ്ടിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒഫൻസാണ്. ദെൻ ഹി ഡെലിബറേറ്റ്ലി സപ്രസ് ഹിസ് സെയിൽസ് ടു എവേഡ് ടാക്സ്. എന്ത് ചെയ്യാണ്? ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് സെയിൽസ് ഇൻഫർമേഷൻ സപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂടി വയ്ക്കുക. Then he takes and or utilize input tax credit without actual receipt of goods and or services. അതായത് നമ്മൾ ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യാതെ, ഇൻപുട്സ് പർച്ചേസ് ചെയ്യാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ഹി ട്രാൻസ്പോർട്ട്സ് ഗുഡ്സ് വിത്തൗട്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒഫൻസാണ്. ഹി ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഓൾ ബുക്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ബൈ ലോ. GST നിയമപ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തൊക്കെയാണോ അതൊന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അതും ഒഫൻസാണ്. ദെൻ ഹി ഡസ് നോട്ട് ഡിഡക്ട് TDS ഓർ ഡിഡക്റ്റഡ് ലെസ് എമൗണ്ട് വേർ അപ്ലിക്കബിൾ. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. TDS കളക്ട് ചെയ്യേണ്ട സമയത്ത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാതിരിക്കുക, ഡിഡക്ട് ചെയ്യാതിരിക്കുക. ദെൻ അല്ലെങ്കിൽ ലെസ് എമൗണ്ടിൽ, കുറഞ്ഞ എമൗണ്ടിൽ TDS ഡിഡക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒഫൻസാണ്. GST നിയമപ്രകാരം ഇതും ഒഫൻസാണ്. സോ ഇത്രയാണ് GST നിയമപ്രകാരം ഒഫൻസസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഓഡിറ്റ് അണ്ടർ GST. What is audit? Audit means examination of records, returns and other documents maintained or furnished by രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഫർണിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ്, മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ഡിഫൈൻ ചെയ്തത് സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് GST ആക്ട് 2017. അതായത് 2017 CGST ആക്ട് പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഡിറ്റ് എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഓഡിറ്റിംഗ് എന്തിനാണ് നടത്തുന്നത്? ഇൻ ഓഡിറ്റ് എക്സാമിനേഷൻ ഈസ് ഡൺ ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ടേൺ ഓവർ ഡിക്ലയർഡ്, ടാക്സസ് പെയ്ഡ്, refund claimed and input tax credit availed, and also to assess the compliance with the provisions of the act or rules. അതായത് GST ആക്ട് പ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ടേൺ ഓവർ, ടാക്സ് പേ ചെയ്തിട്ടുള്ള ടാക്സ്, റീഫണ്ട് ക്ലെയിം ചെയ്തത്, അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തത്, ഇവയെല്ലാം തന്നെ കറക്റ്റാണോ എന്നുള്ളത് എക്സാമിൻ ചെയ്യാനാണ് GST ഓഡിറ്റ് നടത്തുന്നത്. കൂടാതെ GST നിയമങ്ങളും പ്രൊവിഷൻസും എല്ലാം, റൂൾസും എല്ലാം തന്നെ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദർ ആർ 3 types ഓഫ് ഓഡിറ്റ് അണ്ടർ GST പ്രകാരം 3 types ഓഫ് ഓഡിറ്റ് ആണുള്ളത്. ഓഡിറ്റ് ബൈ CA ഓർ CMA. ഇത് ഡിഫൈൻ ചെയ്തത് സെക്ഷൻ 35 സബ്സെക്ഷൻ 5 ഓഫ് CGST ആക്ടിലാണ്. ദെൻ ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് which is included in section 65. Then special audit that is included in section 66 of CGST Act. സെക്ഷൻ 65 അതായത് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മീഷണർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും പ്രോപ്പർ ഓഫീസറിന് ഒരു അതോറിറ്റി നൽകിക്കൊണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു
ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് അതാത് ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസിലോ ആയിട്ടാണ്. ആ ഫിനാൻഷ്യൽ ഇയറിലോ അതിൻ്റെ അടുത്ത വർഷങ്ങളിലോ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ, രജിസ്റ്റേർഡ് പേഴ്സൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അവിടെ വെച്ചിട്ടായിരിക്കും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടാക്സ് അതോറിറ്റീസ് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ 15 വർക്കിംഗ് ഡേയ്സ് മുമ്പായിട്ട് GST ADT 01 എന്ന ഫോം ത്രൂ ഈ രജിസ്റ്റേർഡ് പേഴ്സണിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ് എന്നുള്ള ഇൻറ്റിമേഷൻ രജിസ്റ്റേർഡ് പേഴ്സണിന് GST ADT 01 എന്ന ഫോം പ്രകാരം 15 ദിവസം മുമ്പ്, ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ 15 വർക്കിംഗ് ഡേയ്സിന് മുമ്പ് ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം. കൂടാതെ ഈ ഓഡിറ്റ് വിത്തിൻ 3 months, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത 3 monthsൻ്റെ ഉള്ളിലായിട്ട് ഈ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും കേസ് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 6 months വരെ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാം, അതിൽ കൂടാൻ പാടുള്ളതല്ല. ദെൻ സ്പെഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് GST ആക്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത് സെക്ഷൻ 66ലാണ്. ആസ് പെർ സെക്ഷൻ 66, ആൻ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ആൻ അസിസ്റ്റന്റ് കമ്മീഷണർ മേ അവെയിൽ ദ സർവീസസ് ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് to conduct a detailed examination of specific areas of operations of a registered person. ഈ സെക്ഷൻ പ്രകാരം, സെക്ഷൻ 66 ഓഫ് CGST ആക്ട് പ്രകാരം ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറിൻ്റെ താഴെ റാങ്കുള്ള ആർക്കും പറ്റില്ല, ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറിനോ അതിൻ്റെ ഹയർ പൊസിഷനിലുള്ളവർക്കോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സർവീസ് ആവശ്യപ്പെടാവുന്നതാണ്. എന്തിന്? ഏതെങ്കിലും കേസിൽ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഓഡിറ്റിൽ, ഇൻവെസ്റ്റിഗേഷനിലോ എക്സാമിനേഷനിലോ മറ്റും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുകയാണ് എങ്കിൽ സെക്ഷൻ 66 പ്രകാരം ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കോ അതിന് ഉയർന്ന റാങ്കിലുള്ളവർക്കോ സ്പെഷ്യൽ ഓഡിറ്റിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെയോ സർവീസ് നേടാവുന്നതാണ്. Availing the services of the experts is permitted by this section only when the officer, considering the nature and complexity of the business and in the interest of the revenue, is of the opinion that value has not been correctly declared or credit availed is not within the normal limits. ഇനി ഈ സ്പെഷ്യൽ ഓഡിറ്റിന് എക്സ്പേർട്സിൻ്റെ സർവീസസ് നമ്മൾക്ക് അവെയിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഈ എക്സ്പേർട്സിൻ്റെ സർവീസസ് നമ്മൾ അവെയിൽ ചെയ്യുന്നത് ഈ പ്രോപ്പർ ഓഫീസർക്ക് തോന്നാണ്. ഇതിൽ ഈ വാല്യൂസ് ഒന്നും തന്നെ കറക്റ്റ്ലി അല്ല ഡിക്ലെയർ ചെയ്തത്. അവരുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വാല്യൂസ് ഒന്നും തന്നെ കറക്റ്റ് അല്ല. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തത് ആക്ച്വലി ഉള്ള എമൗണ്ട് അല്ല, അതിനേക്കാൾ കൂടുതൽ അവെയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തോന്നുകയാണെങ്കിലാണ് ഒരു എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെയോ സർവീസ് നമുക്ക് ആവശ്യപ്പെടാവുന്നത്. മീൻസ് നമുക്കല്ല, ഈ കമ്മീഷണർക്ക്, പ്രോപ്പർ ഓഫീസറിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർവീസ് ആവശ്യപ്പെടാം. ക്ലിയർ? ഒന്നെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വാല്യൂസ് അല്ല ഡിക്ലെയർ ചെയ്തത്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഒരു പ്രോപ്പർ ഓഫീസർക്ക് തോന്നുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് പറയാവുന്നതും അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർവീസ് ആവശ്യപ്പെടാവുന്നതുമാണ്. For special office, CA or CMA will be nominated by Commissioner and his remuneration will be paid by department. ഈ സ്പെഷ്യൽ ഓഡിറ്റിന് CA ചാർട്ടേഡ് അക്കൗണ്ടിനെയോ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിനെയോ നോമിനേറ്റ് ചെയ്യുന്നത് കമ്മീഷണർ ആയിരിക്കും. കൂടാതെ അവരുടെ റെമ്യൂണറേഷൻ പേ ചെയ്യുന്നതും ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. GST ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ദെൻ ഈ ഓഡിറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 90 days ആണ്. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഫർദർ 90 daysനും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്, ഫർദർ 90 daysനും കൂടെ ആവശ്യപ്പെടാവുന്നതുമാണ്. ചിൽഡ്രൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.